പലതരം ശക്തിയെ കുറിച്ച് വളരെ വ്യക്തമായി ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നതിന് ഓർത്ത് നന്ദി പറയുന്നു. പീറ്റർ അച്ഛാ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ക്ലാസ് ആത്മശക്തിയെ പറ്റിയുള്ളത് വളരെ ഡെപ്ത് ഉള്ള ഒരു വളരെ ഞങ്ങൾക്കൊക്കെ ഈ ഗ്രൂപ്പിലായിരിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് അത് അൽമായരായാലും വൈദികരായാലും, എസ്പെഷ്യലി അൽമായർക്ക്, വീട്ടമ്മമാർക്ക്, അമ്മമാർക്ക് ആ ടോപ്പിക് വളരെ എന്താ പറയാ, വളരെ വചനാസ്പദമായിട്ട് പറയുവാണെങ്കിൽ വളരെ തേനൂറും മരുന്നൊക്കെ പറഞ്ഞ പോലെ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മള് വിചിന്തനം ചെയ്യുന്നത് ആത്മശക്തിയെ കുറിച്ചാണ്. ശക്തി പല മേഖലകളിൽ നമുക്ക് കാണാൻ പറ്റും. പ്രപഞ്ചത്തിന് ശക്തിയുണ്ട്. ഈ പ്രാപഞ്ചിക ശക്തികളാണ് ഗ്രഹങ്ങള്, സൂര്യപ്രകാശം, കാറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഉപകരണങ്ങളുടെ ശക്തിയുണ്ട്, യന്ത്ര ഉപകരണങ്ങളുടെ ശക്തി. നമുക്ക് വണ്ടി അല്ലെങ്കിൽ മോട്ടോറുകള്, അങ്ങനെ ഒരുപാട് ഉപകരണങ്ങളുടെ ശക്തി. പിശാചിന്റെ ശക്തിയുണ്ട്. പിശാചിന്റെ ശക്തിയാണ് പ്രലോഭനങ്ങൾ ഉണ്ടാക്കുക, ആ പ്രലോഭനങ്ങൾ വീഴിക്കുക എന്നൊക്കെയുള്ളൂ. രാസപ്രവർത്തനങ്ങളുടെ ശക്തിയുണ്ട്. പല ഈ ലോകത്തിലെ പല രാസപദാർത്ഥങ്ങളും ഒരുമിച്ച് ചേരുമ്പോൾ, വെവ്വേറെ ഇരിക്കുമ്പോൾ പ്രശ്നമില്ല, അവർ ഒരുമിച്ച് ചേരുമ്പോൾ ഒരു പ്രത്യേക ശക്തി രൂപപ്പെടും. ശരീരത്തിന്റെ ശക്തിയുണ്ട്. ശരീരത്തിന്റെ ശക്തി കൊണ്ടാണ് നമ്മൾ അധ്വാനിക്കുകയും ജോലി ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. മനസ്സിന്റെ ശക്തിയുണ്ട്. മനസ്സിന്റെ ശക്തി കൊണ്ടാണ് നമ്മൾ പലപ്പോഴും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനൊക്കെ പ്രാപ്തരാകും. മനസ്സിന്റെ ശക്തി ഇല്ലെങ്കിൽ നമ്മൾ ആകെ തകർന്ന് പോകും എന്നുള്ളത്. ഒരു രോഗവുമില്ലാത്ത ഒരാള് ഒരു ആശുപത്രിയില് ഡോക്ടറെ കാണാൻ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നിലയിൽ സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ ആ ഡോക്ടർ പരിശോധിച്ചിട്ട് പറയാണ്, നിങ്ങൾക്ക് ക്യാൻസർ ആണ്, ഇത് ലാസ്റ്റ് സ്റ്റേജായി എന്ന് പറഞ്ഞാല് അങ്ങേർക്ക് അങ്ങോട്ട് പോയ ശരീരം കൊണ്ട് തന്നെയാണ് അയാൾ പക്ഷെ തിരിച്ചു വരില്ല, നടന്നു വരില്ല, അയാൾ സ്ട്രെച്ചസിൽ കൊണ്ടുവരേണ്ടി വരും. കാരണം അയാളുടെ മനസ്സ് പോയി. അതുകൊണ്ടാണ് ഈ ഭ്രാന്തന്മാരെ നമ്മൾ ഭയക്കുന്നത്. അവരുടെ മനസ്സിന്റെ ശക്തി കൂടുതലാണ്. അപ്പം മനസ്സിന്റെ ശക്തിയുണ്ട്. ആത്മാവിന്റെ ശക്തിയുണ്ട്. ആത്മാവിന്റെ ശക്തി ആണ് പലരെയും ഈ ആത്മീയ ജീവിതത്തിൽ പിടിച്ചു നിർത്തുന്നത്. നമുക്ക് പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴും നിരാശപ്പെടാതെ സൂക്ഷിക്കുന്നതൊക്കെ ആത്മാവിന്റെ കരുത്താണ്. എന്താണ് ആത്മീയ ശക്തി എന്ന് ചോദിച്ചാല് അതിനെ ഒന്ന് നിർവചിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിതാണ്: ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ സന്തോഷത്തോടെ ചെയ്യാൻ സാധിക്കുന്നതാണ് ആത്മാവിന്റെ ശക്തി. ബുദ്ധിമുട്ടെന്ന് വെച്ചാല് അത് ഈ മനസ്സുകൊണ്ടാവാം, ശരീരം കൊണ്ടാവാം, വികാരം കൊണ്ടാവാം, ഏതൊരു തരത്തിലാണെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ബുദ്ധിമുട്ടുള്ളത് സന്തോഷത്തോടെ ചെയ്യാൻ സാധിക്കും. അതാണ് ആത്മീയ ശക്തിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആത്മാവിന്റെ ശക്തിയായിട്ട് മനസ്സിലാക്കേണ്ടത്. എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ ബുദ്ധിമുട്ടുള്ള കാര്യം സന്തോഷത്തോടെ ചെയ്യാൻ, ഇന്നലെ വരെ എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം ഇന്ന് എനിക്ക് സന്തോഷത്തോടെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് ആത്മീയ ശക്തി ഉണ്ടെന്നുള്ളത്, ഇന്ന് ആത്മീയ ശക്തി കിട്ടിയെന്നുള്ളത്. ഇന്നലെ വരെ എൻ്റെ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു, ഇന്ന് ഞാനത് സന്തോഷത്തോടെ ചെയ്യും. എനിക്ക് വെറുപ്പുള്ള ഒരു മനുഷ്യനോട് സന്തോഷത്തോടെ ഇടപെടാൻ എനിക്ക് പറ്റുന്നില്ല. ആത്മാവിനോന്റെ കൃപകൾ കിട്ടുമ്പോൾ എനിക്ക് അയാളോട് സന്തോഷത്തോടെ ഇടപെടാൻ പറ്റും. അപ്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം സന്തോഷത്തോടെ ചെയ്യാൻ സാധിക്കുന്ന അവസ്ഥയുടെ പേരാണ്, അല്ലെങ്കിൽ അതിനുള്ള കഴിവാണ് ഈ ആത്മശക്തി എന്ന് പറയും. തിമോഥെയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനത്തില് 1-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തില് നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്: ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവിനെയാണ്. അപ്പൊ ശക്തി, ദൈവശക്തി എന്ന് പറയുന്നത് അത് പ്രകടമാകുന്നത് എവിടെയൊക്കെയാണ്? ഭീരുത്വം ഒഴിവാക്കുക, സ്നേഹം ഉണ്ടാകുക,
ആത്മനിയന്ത്രണം ഉണ്ടാകുക. ശക്തി അതിലൊക്കെയാണ് തെളിയിക്കുന്നത്. സ്നേഹിക്കാൻ, സ്നേഹത്തില്, അതുപോലെ തന്നെ ആത്മനിയന്ത്രണത്തില്, അതുപോലെ തന്നെ ഭീരുത്വം ഒഴിവാക്കുന്നത്. പലപ്പോഴും നമുക്ക് ഭീരുക്കളാം. എന്തുകൊണ്ടാ നമ്മള് ഒരു ശുശ്രൂഷ നമ്മളെ ഏൽപ്പിച്ചാല് നമ്മളെ ഏൽക്കാത്തത്? പേടിയാ. നമ്മുടെ ഇമേജ് പോകുമോ, ആൾക്കാര് കളിയാക്കുവോ, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് മറ്റേതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ, സാമ്പത്തിക നഷ്ടം ഉണ്ടാവുമോ, സമയനഷ്ടം ഉണ്ടാവുമോ? ഇതൊക്കെ പേടികളാണ്. എന്താ പേടി വരാനുള്ള കാരണം? ഈ ആത്മാവിന്റെ ശക്തി നമുക്ക് കിട്ടിയിട്ടില്ല. ആത്മശക്തി എന്ന പരിശുദ്ധാത്മാവിന്റെ കൃപ ദാനം നമുക്ക് കിട്ടിയിട്ടില്ല എന്നതുകൊണ്ടാണ് അത് വരുന്നത് എന്ന് സാരം. ഗലാത്യക്കാർക്ക് എഴുതിയ പൗലോസ് അപ്പോസ്തലൻ മുന്നറിയിപ്പ് നൽകിയ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 29-ാമത്തെ വാക്യത്തില് ശാരീരിക രീതിയിൽ ജനിച്ചവൻ ആത്മാവിന്റെ ശക്തിയാൽ ജനിച്ചവനെ അന്ന് പീഡിപ്പിച്ചു എന്ന് വെച്ചാല് യേശുവിന്റെ കാലത്ത് പീഡിപ്പിച്ചു എന്നുള്ള അർത്ഥത്തില. ഇന്നും അതുപോലെയാണ് എന്ന് പറയുകയാണ്. അപ്പം ശരീരത്തില് ജനിച്ചവൻ എന്ന് വെച്ചാല് ജഡികമായി ജീവിക്കുന്നവൻ, ജഡിക ശക്തിയുള്ളവൻ, ലൗകിക ശക്തിയുള്ളവൻ. ഈ ലൗകികൻ ആയ മനുഷ്യൻ ആത്മീയനായ മനുഷ്യനെ പീഡിപ്പിക്കില്ല. യേശുവിന്റെ കാലത്ത് സംഭവിച്ചതാണ്, ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്, നാളെ സംഭവിക്കാൻ പോകുന്നതും അത് തന്നെയാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ നമുക്ക് മുന്നറിയിപ്പ് തരികയും. സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ഈശോ നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന. ആ പ്രാർത്ഥനയില് ഈശോ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പരീക്ഷകളിൽ ഉൾപ്പെട്ടു പോകരുത് എന്ന്. കാരണം നമുക്ക് ബലഹീനതയുള്ള മനുഷ്യരാണ്, നമുക്ക് ശക്തി വളരെ കുറവാണ്, ആത്മീയ ശക്തി വളരെ കുറവ്. ആത്മീയ ശക്തി കുറയുന്നതിനനുസരിച്ച് പ്രലോഭനങ്ങളിൽ പെടാനുള്ള സാധ്യത കൂടുതൽ. അതുകൊണ്ടാണ് മറ്റ് പലതിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂട്ടത്തില് ഈ ക്രിസ്തു നമ്മളെ പരീക്ഷ ഉണ്ടാകാതിരിക്കട്ടെ എന്നല്ല, അത് പിശാചിന്റെ ശക്തിയാണ്. പിശാചിന്റെ ശക്തി ഉണ്ടാകാതിരിക്കട്ടെ എന്നല്ല, പിശാചിന്റെ ശക്തിയിൽ പെട്ടുപോകാതിരിക്കട്ടെ എന്നാ പ്രാർത്ഥിക്കുന്നത്. പരീക്ഷകൾ ഉൾപ്പെട്ടു പോകരുത്. ആ ഉൾപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ഈ കരുത്ത് വേണം, നമുക്ക് ആത്മീയ ശക്തി വേണം, പരിശുദ്ധാത്മാവിന്റെ ദാനമായ ആത്മശക്തി വേണം. അപ്പം ആത്മശക്തി കൊണ്ട് മാത്രമേ പ്രലോഭനങ്ങളെ നേരിടാനും അതിനെ അതിജീവിക്കാനും പറ്റുള്ളൂ. അത് നമ്മുടെ കാര്യത്തില് മാത്രമല്ല, യേശുവിന്റെ കാര്യത്തിൽ പോലും അത് സത്യമാണ്. യേശുവിന്റെ കാര്യത്തിൽ പോലും ആത്മശക്തി കൊണ്ടാണ് അവൻ പ്രലോഭനങ്ങളെ നേരിട്ടതെങ്കിൽ നമ്മൾ എത്രയോ അധികമായി ആത്മശക്തിയെ നേടേണ്ടി വരും. ലൂക്കയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം 13-14 വാക്യങ്ങളിൽ ഇപ്രകാരം വായിക്കുകയാണ്: പിശാച് പ്രലോഭനങ്ങൾ അവസാനിപ്പിച്ച് യേശുവിനെ വിട്ടുപോയി. യേശു ആത്മാവിന്റെ ശക്തിയോടുകൂടി ഗലീലയിലേക്ക് മടങ്ങി. ആത്മാവിന്റെ ശക്തിയോടുകൂടി യേശു ഗലീലയിലേക്ക് മടങ്ങാം. എങ്ങനെയാ ആത്മാവിന്റെ ശക്തി യേശുവിനുണ്ടായത്? 40 ദിനരാത്രങ്ങള് അവൻ തപസ് ചെയ്താണ് ഈ ആത്മശക്തി ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് ആത്മനിയന്ത്രണത്തിലൂടെയാണ്. മറ്റു പല വരങ്ങളും കിട്ടുന്നത് പ്രാർത്ഥനയിലൂടെയാണെങ്കിൽ ആത്മശക്തി എന്ന് പറയുന്ന വരം കിട്ടുന്നത് നിയന്ത്രണങ്ങളിലൂടെയാണ് ലഭിക്കേണ്ടത്. തീർച്ചയായിട്ടും പ്രാർത്ഥനയിലൂടെ കിട്ടും. പ്രാർത്ഥനയിലൂടെ മാത്രം പോരാ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രാർത്ഥന മാത്രം പോരാ, അതിൻ്റെ അകത്ത് പരിത്യാഗം കൂടി ഉണ്ടായാലാണ് ഈ ആത്മശക്തി ലഭിക്കുകയുള്ളൂ. സ്വയം നിയന്ത്രണത്തിലൂടെ മാത്രമേ ആത്മശക്തിയെ നേടാൻ സാധിക്കൂ. അത് യേശുവിന് പോലും അതേ പറ്റിയുള്ളൂ എങ്കിൽ പിന്നെ നമ്മുടെ കാര്യം അറിയില്ല. പ്രാർത്ഥിച്ച് സ്തുതിച്ച് ഒന്നും ആത്മശക്തിയെ നേടാൻ പറ്റില്ല. അതുകൊണ്ടാണ് വലിയ പ്രാർത്ഥനയും ഭക്തിയും വചനപ്രഘോഷണവും ഒക്കെ നടത്തുന്നവര് ഒരുപാട് പാപങ്ങളില്, ഒരുപാട് പ്രലോഭനങ്ങളിൽ പെട്ടുപോകുന്നു. കാരണം ആത്മശക്തി ഇല്ല. വേറെ പല വരങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട്, വേറെ പല കൃപകളും കിട്ടിയിട്ടുണ്ട്. പക്ഷേ തിന്മയിൽ പെട്ടുപോകുന്നു, പ്രലോഭനങ്ങളിൽ പെട്ടുപോകുന്നു. കാരണം ആത്മശക്തി ഇല്ലാത്തതാണ് കാരണം. സത്യത്തില് എനിക്ക് തോന്നുക മറ്റു പല ഈ ദാനങ്ങൾ കിട്ടുന്നതിനേക്കാൾ
അവനവന്റെ വിശുദ്ധിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ആത്മശക്തി എന്നുള്ള ദാനമാണ്. തീർച്ചയായിട്ടും മറ്റ് ദാനങ്ങളൊക്കെ നമുക്ക് വേണം, പക്ഷേ അവനവന്റെ വിശുദ്ധിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ആത്മശക്തി. പ്രലോഭനങ്ങളെ തിരിച്ചറിഞ്ഞ് ആ പ്രലോഭനത്തെ അതിജീവിക്കാൻ, പെട്ടുപോകാതിരിക്കാൻ നമുക്ക് ഈ ആത്മശക്തി അനിവാര്യമാണ്. അതുകൊണ്ടാണ് ക്രിസ്തു പോലും ഈ ആത്മശക്തി സ്വീകരിച്ചിട്ടാണ് പരസ്യ ജീവിതത്തിലേക്ക് ഇറങ്ങുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയും. ഇനി യേശു മാത്രമല്ല, യേശുവിന് വഴിയൊരുക്കാൻ വന്ന സ്നാപക യോഹന്നാനെ കുറിച്ച് പറയുന്നത് എന്താ വചനം? ലൂക്കയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 80-ാമത്തെ വാക്യം. സ്നാപക യോഹന്നാന്റെ വളർച്ചയെ സുവിശേഷം ചുരുക്കി എഴുതിയേക്കുക. എന്താ ചുരുക്കി എഴുതിയേക്കണേ? ശിശു വളർന്നു, ആത്മാവിൽ ശക്തിപ്പെട്ടു. ശിശു വളർന്നു, ആത്മാവിൽ ശക്തിപ്പെട്ടു. ആത്മാവിൽ ശക്തിപ്പെടാതെ നമ്മുടെ ഒരു ശുശ്രൂഷയും ചെയ്തിട്ടും കാര്യമില്ല. ഒരു പക്ഷെ നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മുടെ ശുശ്രൂഷയിലൂടെ ദൈവം ഒരുപാട് കൃപകള്, ഒരുപാട് അനുഗ്രഹങ്ങള് ഈ ഭൂമിയിലേക്കും നമ്മളിലേക്കും മറ്റുള്ളവരിലേക്കും ഒക്കെ ചൊരിയും. പക്ഷേ നമ്മുടെ ജീവിതം, വ്യക്തിപരമായ ജീവിതം തിന്മയിലാണെങ്കിലോ, തിന്മയിലാകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ആത്മശക്തിയെ സ്വന്തമാക്കേണ്ടതുണ്ട്. അതിന് പ്രാർത്ഥിക്കണം, പ്രായശ്ചിത്തം ചെയ്യണം. പ്രായശ്ചിത്തമല്ല, ആത്മനിയന്ത്രണത്തിന്റെ കാര്യങ്ങൾ നോക്കണം. അപ്പോഴാണ് ഈ ആത്മശക്തിയെ എടുക്കാൻ പറ്റും. 1-2 ചെറിയ ഉദാഹരണങ്ങൾ സൂചിപ്പിച്ചിട്ട് നിർത്തി. 2013 ഫ്രാൻസിസ് മാർപ്പാപ്പ അധികാരമേറ്റ് ചുമതലയേറ്റ് അധികം കഴിയുന്നതിന് മുമ്പ് നവംബർ 16-ാം തീയതി, കൃത്യമായിട്ട് പറഞ്ഞാൽ നവംബർ 16-ാം തീയതി, ബെനിസിയോ റിബ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് ശരീരത്തിൽ മുഴുവൻ മുഴകളാണ്. ആ മുഴകള് കണ്ടിട്ട് വളരെ വൃത്തിഹീനമായ, കണ്ടാൽ ഛർദിക്കുന്ന, മറ്റുള്ളവരൊക്കെ ഓടി മാറുന്ന അത്രയും വൃത്തികെട്ട ഒരു രൂപം. ആ രൂപത്തെ ലോകത്തിലുള്ള ആർക്കും അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ, അയാളുടെ അടുത്തു പോകാൻ പോയിട്ട് ഒന്ന് നോക്കാൻ പോലുമുള്ള, വെറുതെ ഒന്ന് കണ്ണുകൊണ്ട് കാണാൻ പോലുമുള്ള ഭയപ്പെട്ടിരുന്ന ഒരു പശ്ചാത്തലത്തില് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ വ്യക്തിയെ തന്റെ ഓഡിയൻസിന്റെ ഇടയിൽ എവിടെയോ കണ്ടിട്ട് അദ്ദേഹം ആ മനുഷ്യനെ കെട്ടിപ്പിടിക്കുകയും, ഈ റിവ പിന്നീട് പറഞ്ഞത് ഇതാണ്: ഞാൻ സ്വർഗീയ അനുഭൂതിയിലായിരുന്നു. ഞാനത് പറഞ്ഞത് എന്തുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ അത് ചെയ്തു? മനുഷ്യർക്ക് ആർക്കും അദ്ദേഹത്തിന്റെ അടുത്ത് പോകാനോ അദ്ദേഹത്തെ ഒന്ന് കാണാൻ പോലുമോ ഇഷ്ടമില്ലാത്ത, താല്പര്യമില്ലാത്ത, അത്രയും അറപ്പുളവാക്കുന്ന ഒരു രൂപത്തിന് ഉടയവനായവനെ എന്തുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് കെട്ടിപ്പിടിക്കാൻ സാധിച്ചു? തീർച്ചയായിട്ടും അദ്ദേഹം അത് ചെയ്തത് ശരീരശക്തി കൊണ്ടോ മനസ്സിന്റെ ശക്തി കൊണ്ടോ അല്ല, മറിച്ച് അത് ആത്മശക്തി കൊണ്ടാണ്. ഞാൻ അതുമാണ് നേരത്തെ പറഞ്ഞത്, ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം സന്തോഷത്തോടെ ചെയ്യാൻ പറ്റും. ഈ ക്രിസ്തുവിന് ശേഷം ക്രിസ്തുവിന്റെ അപ്പസ്തോലനായ യാക്കോബ് ശ്ലീഹയുടെ രക്തസാക്ഷിത്വം ഇത്തരണത്തില് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കാം. 63 ജൂലൈ 25-നാണ് യാക്കോബ് ശ്ലീഹയെ കൊന്നുകളയുന്നു. അദ്ദേഹത്തിനെ കൊല്ലാനായിട്ടുള്ള സാഹചര്യം ഇതാണ്: ഹെറോദസ് അഗ്രിപ്പ രാജാവ് യഹൂദരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ക്രിസ്ത്യാനികളുടെ മേലെ ഓരോരോ കുറ്റാരോപണങ്ങൾ നടത്തി, അവരെ വിസ്താരം നടത്തി, അവരെ ശിക്ഷിച്ച് വധിച്ചു കളയും. അപ്പോ ഇതെല്ലാം ആരോപണങ്ങളാണ്. അപ്പോ ന്യായാധിപൻ ഈ യാക്കോബ് ശ്ലീഹനെ പിടിച്ച് ന്യായാധിപൻ വിസ്താരം നടത്തുകയാണ്. യാക്കോബ് ശ്ലീഹയ്ക്ക് ഒരു ഭയവുമില്ല. അദ്ദേഹത്തിന് ആത്മശക്തിയുള്ളവനാണ്. അതുകൊണ്ട് അദ്ദേഹം ഈ ന്യായാധിപൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, താങ്കളുടെ ജീവൻ വിലപ്പെട്ടതല്ലേ? ഒട്ടേറെ കാര്യങ്ങൾ ഇനിയും ചെയ്യാനില്ലേ? അതുകൊണ്ട് ഈ രാജാവ് പറഞ്ഞത് അംഗീകരിച്ച് അങ്ങേക്ക് ജീവൻ രക്ഷപ്പെടുത്താൻ പാടില്ല. യാക്കോബ് ശ്ലീഹ പറഞ്ഞു,
ഞാൻ എൻ്റെ മരണത്തെ ഭയപ്പെടുന്നില്ല. മരണത്തെ ഭയപ്പെടുന്നവര് ഈ ലോകത്തെ സ്നേഹിക്കുന്നവർ. ഞാൻ ഈ ലോകത്തെ അല്ല, ദൈവത്തെയാണ് സ്നേഹിക്കുന്നത്. അതുകൊണ്ട് മരണം എനിക്ക് പ്രശ്നമല്ല, മരണം എനിക്ക് നേട്ടമാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുക. വളരെ ചങ്കുറപ്പോടുകൂടി നട്ടലോടുകൂടി തൻ്റെ ബോധ്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്ത് ശിക്ഷയും മേടിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ യാക്കോബ് സ്ലീഹയുടെ ആ ആത്മശക്തിക്ക് മുന്നിൽ ഈ വിധി പറയുകയാണ്. ജഡ്ജി മനസ്സില്ലാ മനസ്സോടെ വിധി പറയുകയാണ്, താങ്കളെ കൊല്ലാൻ വിധിക്കുന്നു. അത് പറഞ്ഞ മാത്രയില് ഒരു വികാര മാറ്റങ്ങളും ഇല്ലാതെ, ഒരു ഭാവഭേദവും ഇല്ലാതെ യാക്കോബ് സ്ലീഹ സന്തോഷത്തോടെ അത് സ്വീകരിച്ചെടുക്കുക. അത് സ്വീകരിക്കുക. എന്റെ വിധി അതാണെങ്കിൽ ഞാൻ അത് സ്വീകരിക്കുന്നു എന്ന് പറയാം. ഇത് പറഞ്ഞ മാത്രയില് ഈ ന്യായാധിപൻ ന്യായപീഠത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്, ഞാനും ഒരു ക്രിസ്ത്യാനിയാണ്, ഞാനും ഒരു ക്രിസ്ത്യാനിയാണ്. എന്നിട്ട് എന്താ സംഭവിച്ചതെന്നറിയാവോ? ഈ യാക്കോബ് സ്ലീഹയെ വധിക്കാൻ തീരുമാനിച്ച അതേ ദിവസം തന്നെ ഈ ന്യായാധിപനെയും വധിക്കാൻ തീരുമാനിക്കുക. ന്യായാധിപനെ വധിക്കുന്നതിന് മുമ്പ് ഈ ന്യായാധിപൻ ഒരു അന്ത്യാഭിലാഷം പറഞ്ഞു, എനിക്ക് ആ മനുഷ്യന്റെ അടുത്തൊന്ന് പോകണം, അദ്ദേഹത്തെ ഒന്ന് കെട്ടിപ്പിടിക്കണം. അങ്ങനെ അന്ത്യാഭിലാഷമായതുകൊണ്ട് ന്യായാധിപനെ പടയാളികള് യാക്കോബ് സ്ലീഹയുടെ അടുത്ത് കൊണ്ടുവരും. യാക്കോബ് സ്ലീഹ ആദ്യം ഒന്ന് സംശയിച്ചു. കാരണം മാമോദീസ സ്വീകരിക്കാത്ത ഈ ന്യായാധിപനെ സഹോദരനായിട്ട് പരിഗണിക്കാവുകയോ? ഒരു വേള യാക്കോബ് സ്ലീഹയ്ക്ക് പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനവും അറിവും ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് തിരിച്ചറിഞ്ഞു, ഇദ്ദേഹം ആഗ്രഹം കൊണ്ട് ക്രിസ്ത്യാനിയായിട്ടുണ്ട്. മാമോദീസ വെള്ളം തലയിൽ വീണില്ലെങ്കിലും ആഗ്രഹം കൊണ്ട് ക്രിസ്ത്യാനി ആയതുകൊണ്ട് എൻ്റെ സഹോദരനാണ് എന്ന്. അദ്ദേഹം ആ ബോധ്യം ഈ ജഡ്ജിയോട് പറയുകയാണ്, അങ്ങ് ക്രിസ്തുവിനോടുള്ള ആഗ്രഹം കൊണ്ട് അങ്ങ് എൻ്റെ സഹോദരനായിരിക്കുന്നു എന്ന് പറഞ്ഞ് രണ്ടുപേരും പരസ്പരം ആലിംഗനം ചെയ്ത് നിൽക്കെ ശിരച്ഛേദം ചെയ്തു എന്നാണ് ഒരു ഭാഷ്യം. മറ്റൊരു ഭാഷ്യം ആലിംഗനം ചെയ്തിട്ട് വിട്ടിട്ട് രണ്ടുപേരും വെവ്വേറെ കൊന്നു. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, യാക്കോബ് സ്ലീഹയുടെ ആത്മധൈര്യത്തിന്റെ മുന്നില് വിധി പറഞ്ഞ ന്യായാധിപൻ മാനസാന്തരപ്പെട്ടു. നമുക്ക് എത്രത്തോളം ആത്മധൈര്യമുണ്ട് എന്ന് വിലയിരുത്താനും കൂടുതൽ ആത്മധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ പരിത്യാഗം ചെയ്യാനും ഒക്കെ നമുക്ക് മനസ്സുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ ആത്മശക്തി നമ്മിൽ നിറയട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.